ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആസ് യൂഷ്വൽ ലാലേട്ടൻ്റെ ഒരു തകർപ്പൻ എപ്പിസോഡായിരുന്നു ഇന്ന്. ലാലേട്ടൻ്റെ ഒരു മാസ് മൂവി കണ്ട ഒരു ഫീലായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും. വാവ്, എന്താണ് ഡയലോഗ് ഡെലിവറി, ഇങ്ങനെ ഗൂസ് ബംസ് വരുന്നുണ്ടായിരുന്നു. ഇനി ലാലേട്ടനെങ്ങാനും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടോ എന്ന് ഞാൻ ഒരു നിമിഷം സംശയിച്ചു പോയിട്ടാണ്. കാരണം ലാസ്റ്റ് വീഡിയോസിലൊക്കെ ഞാൻ എന്താണോ ലാലേട്ടനടുത്ത് ചോദിക്കാനായിട്ട് പറഞ്ഞത് അതേ കാര്യങ്ങൾ ഇങ്ങനെ ലാലേട്ടൻ എണ്ണി ചോദിക്കുന്നുണ്ടപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ. അപ്പോൾ ആദ്യം തന്നെ ലാലേട്ടൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഗ്യാസിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ ലാലേട്ടൻ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് ആരാണ് ഗ്യാസ് തുറന്നിട്ട് പോയത് എന്നുള്ളത്. പക്ഷേ അവർക്കൊന്നും ആർക്കും ആൻസർ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ശ്രീരേഖയുടെ അടുത്തും യമുനയുടെ അടുത്തും ജാസ്മിൻ, ഗബ്രി, പവർ ഗ്രൂപ്പ്, റസ്മിൻ്റെ അടുത്ത്, ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ആൻസർ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ആർക്കും ഓർമ്മ ഉണ്ടായിരുന്നില്ല ആരാണിത് ചെയ്തതെന്നുള്ളത്. അപ്പോൾ എന്നാൽ ലാലേട്ടൻ പറഞ്ഞു നോക്കി അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോ കാണാമെന്ന് പറയുന്നു. അപ്പോൾ വീഡിയോ കാണിച്ചപ്പോഴത്തേനും വീഡിയോയിൽ ഇത് ചെയ്തിരിക്കുന്നത് ജാസ്മിനാണ് തിരിഞ്ഞു. അത് കഴിഞ്ഞ് ജാസ്മിൻ ലാലേട്ടൻ്റെ അടുത്ത് അയ്യോ ലാലേട്ടൻ ഞാൻ മറന്നുപോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സോപ്പൊക്കെ ഇട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ലാലേട്ടൻ അതൊട്ടും മൈൻഡ് ചെയ്യുന്നില്ല. ലാലേട്ടൻ നല്ല കലിപ്പ് മോഡലായിരുന്നു. അപ്പോൾ ലാലേട്ടൻ കുറച്ച് വയറ് നിറച്ച് ജാസ്മിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ലാലേട്ടൻ അവരുടെ അടുത്ത് പറയുകയാണ് ഈ ഇത്രയും അടിപൊളിയായിട്ടൊരു സീസൺ ഇതുവരെ ഉണ്ടായിരുന്നു, ഏറ്റവും ബെസ്റ്റായൊരു സീസൺ എന്ന് പറയുന്നത് ഈ സീസണാണെന്ന്. വളരെ മോശപ്പെട്ട അഭിപ്രായമാണ് സീസൺ 6 കുറിച്ചുള്ളതെന്ന് ഇൻഡയറക്ട്ലി ലാലേട്ടൻ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മോശപ്പെട്ട കണ്ടസ്റ്റൻസ് ആണ് സീസൺ 6 ലാലേട്ടൻ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അവർക്കൊരു കമൻറ്റ് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ മുന്നുള്ള സീസൺസിലൊന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻസ് ഒന്നും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു സീസണിൽ മാത്രമാണ് പുറത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ക്ലൂ കൊടുക്കുന്ന രീതിയിൽ കമൻസ് ഒക്കെ വായിച്ചു കൊടുക്കുന്ന ഒരു സെക്ഷൻ വന്നിട്ടുള്ളത്. അത് നല്ല അടിപൊളിയായിട്ട് തോന്നി. അവർക്കൊരു ഹിൻഡ് കിട്ടും നമ്മളെക്കുറിച്ചൊക്കെ പുറത്തുള്ള ആൾക്കാർ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് അവർക്ക് ഒരു ഹിൻഡ് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം കമൻറ്റ് വായിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ മെൻഷൻ ചെയ്യുന്നത് ജിൻഡോ, ഗബ്രി ആൻഡ് ജാസ്മിനെ കുറിച്ചാണ്. അവർ മൂന്നുപേരും ഭയങ്കര മോശമായിട്ടാണ് അവിടെ പെർഫോം ചെയ്യുന്നതെന്നുള്ളതാണ് ആ ഒരു കമൻറ്റിൽ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് പുറത്ത് അവരുടെ ഇമേജ് എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് 18+ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഭയങ്കര മോശം ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഒരു 18+ എഴുതിയിട്ടുള്ളൊരു മാല അത് ഓരോരുത്തരും അവർക്ക് തോന്നുന്ന ആളുകൾക്ക് കൊണ്ടിട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിലേറ്റവും കൂടുതൽ ഈ മാല വാങ്ങിച്ച ആൾ വന്നിട്ട് നമ്മുടെ ജിൻഡോ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് വന്നത് ഗബ്രി, പിന്നെ ജാസ്മിൻ. ഇവർക്ക് 3 പേർക്കാണ് കിട്ടിയത്. അപ്പോൾ ലാലേട്ടൻ ഭയങ്കര കലിപ്പായിട്ട് ഇവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കുട്ടികൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ്, കുടുംബ പ്രേക്ഷകർ കാണുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ഇങ്ങനത്തെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന ബിഗ് ബോസ് തന്നെ നിങ്ങൾ ഒരുപാട് തവണ വന്നിട്ട് വോൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളൊന്നും അതൊന്നും കേൾക്കാതെ വീണ്ടും ഇത്തരം ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ് ഒരു തീരുമാനം, നിങ്ങൾ രണ്ടുപേരെയും ഔട്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ വേഗം പോയി. അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് അവർ ഔട്ടാക്കുന്നതെന്നല്ല, ചിലപ്പോൾ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും എന്നാണ് തോന്നിയത്. പക്ഷേ അവരെ സീക്രട്ട് റൂമിലേക്കൊന്നും കൊണ്ടുപോയില്ല, അവരെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെ വെച്ച് അവരുടെ അടുത്ത് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. ഒന്ന് വെറുതെ പേടിപ്പിക്കാൻ എന്ന രീതിയിൽ, പിന്നെ പുറത്ത് അവരുടെ ഇമേജ് ഭയങ്കര മോശമാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടും കൂടി ചെയ്തതാണെന്നാണ് തോന്നുന്നത്. അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ അവരുടെ ഭാഗം കേട്ടതിന് ശേഷം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു ചാൻസും കൂടെ തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഗബ്രിയുടെ ഫേസിൽ നിന്നും ഗബ്രിക്ക് ഒന്നും മനസ്സിലാവാത്ത പോലെയാണ്. ഗബ്രി പഴയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ജിൻഡോ ആവട്ടെ അദ്ദേഹം കുറച്ച് മാറ്റങ്ങളൊക്കെ ഗെയിമിൽ വരുത്തുമെന്നാണ് തോന്നുന്നത്. ഭയങ്കര നിലത്തൊക്കെ വീണ് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കയറി വരുന്നത്. എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരാൻ ജിൻഡോയുടെ ഭാഗത്തുനിന്ന് ചാൻസ് ഉണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡ് മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ജാസ്മിൻ, ഗബ്രി ആൻഡ് ജിൻഡോക്ക് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അവർക്ക് 3 പേർക്കും നല്ലപോലെ വയറ് നിറച്ച് കിട്ടിയ ഒരു എപ്പിസോഡായിരുന്നു. ജാസ്മിൻ്റെയും ഗബ്രിയുടെ ഒക്കെ അഹങ്കാരത്തിനും ജിൻഡോൻ്റെ കുറച്ച് മോശം ഗെയിംസിനൊക്കെ കൂടെ ചേർന്ന് നല്ലപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ. സോ അടിപൊളി എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. അപ്പോൾ നാളെയും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.